കഷ്ടപ്പാടുകളെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ താൻ അനുഭവിക്കാൻ പോകുന്നതിന് മുന്നേ അതിനെക്കുറിച്ചോർത്ത് കഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്. നമുക്ക് വരാൻ പോകുന്ന ഒരു കഷ്ടപ്പാട് അത് വരുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും. അതായത് നമ്മളിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വന്നു എന്ന് വിചാരിക്കുക. ആ ഇഞ്ചക്ഷൻ്റെ വേദന നമ്മൾ അറിയുന്നതിന് മുൻപേ ആ ഇഞ്ചക്ഷൻ വെക്കണമല്ലോ എന്ന ടെൻഷനും വെപ്രാളവുമാണ് കൂടുതൽ. ഈ ഒരു കാര്യം നമ്മൾ എന്തായാലും നമ്മളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. ഈ പേടി എന്നത് ഒരു മുൻകരുതലാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ്. വരാൻ പോകുന്ന വിഷമങ്ങളെക്കുറിച്ച് പേടി എന്നത് ഇരുട്ടത്ത് നമ്മളെ നിഴലിനോട് അടി കൂടുന്ന പോലെയാണ്. ചിലപ്പോൾ നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെന്ന് തന്നെ വരാം. പക്ഷെ ആ ആ സംഭവം വരുമോ വരുമോ എന്ന ചിന്ത നമ്മളെ വഴിമാറിപ്പോകുന്ന കഷ്ടകാലത്തെ വിളിച്ചു വരുത്തുന്ന പോലെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കഷ്ടകാലം വന്നെന്ന് തന്നെ വിചാരിക്കൂ. അപ്പം അത് വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും എന്തിനാണ് ഒരേ കാര്യത്തെക്കുറിച്ച് ഓർത്ത് രണ്ട് പ്രാവശ്യം വിഷമിക്കണം? വരുമ്പോൾ മാത്രം ഫേസ് ചെയ്താൽ പോലെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വരാൻ പോകുന്ന എന്തോ ഒന്നിനെ ഓർത്ത് ഇപ്പോൾ ഈ നിമിഷത്തെ സന്തോഷവും ജീവിതം എന്തിനു നമ്മൾ നശിപ്പിക്കണം? ഇപ്പോൾ പേടിക്കാതിരിക്കുക എന്നത് മാത്രമല്ല ധൈര്യം. അനാവശ്യ ചിന്തകളെക്കുറിച്ചുള്ള ആശങ്ക ഒഴിവാക്കലും ഒരു തരത്തിലുള്ള ധൈര്യമാണ്. അതായത് നാളെ എനിക്ക് എന്തായാലും വേദനിക്കും, അതുകൊണ്ട് ഇന്ന് ഞാൻ ഇരുന്ന് കരഞ്ഞു തീർക്കാമെന്ന് ചിന്തിക്കണ പോലെയാണ് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തുള്ള വിഷമം. അത് നമ്മൾ നമുക്ക് തന്നെ ഒരു ജയിലുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മൾ ആ ജയിലിൽ നിന്ന് പുറത്തു കിടക്കുക. അനാവശ്യ ടെൻഷനും പേടിയും മാറ്റി ഇന്ന് ഈ നിമിഷം ലൈഫ് എന്താണോ എങ്ങനെയാണോ അത് ആസ്വദിക്കുക, ആഘോഷിക്കുക. കാരണം ഇതൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത എത്രയോ പേര് നമുക്ക് ചുറ്റിലുണ്ടെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും ചെറിയ സന്തോഷങ്ങളിലും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അത് മസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഇത് ഡെയിലി വൺ സ്റ്റെപ്പ്, ചെറിയ ചുവടുകളിൽ വലിയ വിജയം.